പുള്ളിയുടെ ഇത് ഡെഡിക്കേഷൻ ലെവൽ എല്ലാം കൊണ്ട് തന്നെ പടം ഒരു അടിപൊളിയാണ്. പുള്ളി അഭിനയം നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഓവറോൾ നല്ലൊരു പടം കണ്ടിറങ്ങിയ ഒരു ഫീലാണ്. മാസാണ് അഭിനയം കൊണ്ട് മാസ്. അങ്ങ് വലിയ മാസമല്ല, ചെറിയ ക്ലാസ് രീതിയിൽ ചെയ്യാൻ നല്ലൊരു രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. നല്ല പടം, എനിക്ക് നന്നായിട്ട് എന്താ പറയാറുള്ളൂ. ഇല്ല, അഭിനയം നല്ല അഭിനയം ഉണ്ടായിരുന്നു. നല്ല അഭിനയം കൊള്ളാം. എല്ലാരും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം ഫിലിം കൊള്ളാം, ലെവല് കൊള്ളാം, പെർഫോമൻസ് ഒക്കെ കൊള്ളാം, സെറ്റായിരിക്കും. നല്ല പടമായിരുന്നു, കൊള്ളാം. എല്ലാവരും നല്ല അഭിനയം, നല്ല പൊളിറ്റിക്സ് എല്ലാം ഉള്ള പടം. ക്ലാസ് എല്ലാം കൂടിയുള്ള ഒരു പടമാണ്. നല്ല സിനിമയാണ്. മാരി സെൽവര ഉണ്ട്. പൊളിറ്റിക്സ് എന്തായാലും ഉണ്ട്. പുള്ളി എല്ലാ പടത്തിലും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെയാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ നല്ലൊരു സിനിമ തന്നെയാണ്. സ്പോർട്സ് ഡ്രാമയാണ്. അതിനകത്ത് ഉള്ള പൊളിറ്റിക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലാതെ വലുതായിട്ട് ഇഷ്ടംപോലെ വെറുതെ അനാവശ്യമായിട്ട് പൊളിറ്റിക്സ് വാരി ഇട്ടിട്ടില്ല. എല്ലാവരുടെ റോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈശ വിജയനായാലും അനുപമയായാലും ധ്രുവിക്രം ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ തന്നെയാണ്. പുള്ളിക്ക് ഫസ്റ്റ് ഒരു ഡെബ്യൂ പോലെ തന്നെയാണ്. കാരണം ഇപ്പം നമ്മുടെ മഹാനായാലും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള പടം റീമേക്ക് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. സോ ഇറ്റ്സ് അങ്ങനൊക്കെ ഒരു ഡെബ്യൂ പടം പോലെ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്കിനൊക്കെ നല്ല പോലെ തന്നെ സ്ക്രീനിൽ കാണുന്നുണ്ട്. പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി എടുത്ത എഫക്റ്റ് ആയാലും ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്യുന്നതായാലും എല്ലാത്തിനകത്തും ഭയങ്കര നല്ലൊരു മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട് ആക്ടിങ്ങിൽ. നല്ല രീതി ചെയ്തിട്ടുണ്ട് എന്തായാലും പടം. പുള്ളിയുടെ പുതിയ വേർഷൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് പുള്ളി സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ആ ഒരു ഓപ്രസ് ക്ലാസ്സിൽ പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ എങ്ങനെയാണ് മുന്നോട്ട് വരുന്നതെന്നുള്ള അതിനകത്ത് വരുന്ന ഇമോഷൻസ് കാര്യങ്ങളെല്ലാം വളരെ നല്ലപോലെ തന്നെ കൺവേ ചെയ്യാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണ്ടതിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ വിക്രത്തിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് പുള്ളിക്ക്. അത് നാച്ചുറലി കിട്ടുന്നതാണ്. ഒരു മോഡുലേഷനും ചില ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ വിക്രത്തിനൊരു ടച്ച് വരുന്നുണ്ട്. എന്തായാലും പുള്ളി നന്നായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ല സിനിമ തന്നെയാണ്. നല്ല പടം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ധ്രുവിന്റെ പെർഫോമൻസ് വൈസ് ധ്രുവ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പടം ഡിഫൈൻ ചെയ്യും പുള്ളി എങ്ങനെയാണ്, പുള്ളിയുടെ ആക്ടിങ് കരിയർ എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. പുള്ളി പറഞ്ഞത് ഓക്കെയാണ്. പുള്ളി ഇപ്പൊ ധ്രുവ് എന്നുള്ള ഒരു ബ്രാൻഡിലൊഴുക്കി വന്നതുകൊണ്ട് ആ ഒരു ഇത് ഡിഫൈൻ ചെയ്യും. മാരി സെൽവരാൻ്റെ ഒരു പൊളിറ്റിക്സ് ഇതിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞായിട്ടല്ല. ഓൾറെഡി നമ്മളെ സിസ്റ്റത്തിലുള്ള ഒരു പൊളിറ്റിക്സ് തന്നെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതിൽ വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അവരുടെ ഒരു ടീമാണല്ലോ, അവരുടെ അത് കൊള്ളാം. പ്രത്യേകിച്ച് അതിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടൊന്നുമില്ല. പറയേണ്ട കാര്യം തന്നെയാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മാരി സെൽവരാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാര്യം പുള്ളി ചെയ്തതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതിൽ പടത്തിൽ നിലവിൽ ചെയ്തിട്ടുണ്ട്.